ഇന്നത്തെ എപ്പിസോഡിൽ ചന്ദ്രയുടെ പൈസ ശരത്ത് മോഷ്ടിച്ചപ്പോൾ ചന്ദ്ര നിലവിളിച്ച ആളുകളെല്ലാം കൂടുകയാണ്. അങ്ങനെ ചന്ദ്രയോട് പറയും, ഇവിടെ ഇത് പതിവാണ് ഈ മോഷണമൊക്കെ, വേഗം പോലീസിൽ അറിയിക്കാമെന്ന് പറയുമ്പോൾ വേണ്ട വേണ്ട പോലീസിലൊന്നും അറിയിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര വേഗം ഫിനാൻഷ്യറുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ചന്ദ്രയെ കാണുമ്പോൾ തന്നെ ഫിനാൻഷ്യർ ചോദിക്കും, ഇത്തവണ എങ്ങനെ പൈസ ആയിട്ടാണോ അതോ സ്വർണ്ണമായിട്ടാണോ കഴിഞ്ഞ തവണത്തെ പോലെ ചോദിക്കുമ്പോൾ, സാറേ ഞാൻ പൈസ കൊണ്ടുവന്നിട്ടില്ല, ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, ഞാൻ പൈസ ആയിട്ട് വന്നതാണ്, എൻ്റെ ഭർത്താവിന് കിട്ടിയ 1,00,000 രൂപയായിട്ട് വന്നതാണ്, പക്ഷെ അതിങ്ങനെ കള്ളം മോഷ്ടിച്ചു, സാർ എൻ്റെ കൂടെ വായോ, അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അവർ പറയും, അവർ കണ്ടതാണെന്നൊക്കെ പറയും കേട്ടോ. നിൻ്റെ ഈ അടവൊന്നും എൻ്റെ അടുത്ത് ഏൽക്കില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിനെ അവിടെ ഒരു ഷെഡിൻ്റെ ഉള്ളിൽ അടയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ സച്ചി രേവതി ആണെങ്കിൽ വീട്ടിലേക്ക് വാങ്ങാൻ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് വഴിയിൽ നിർത്തുകയാണ്. ആ സമയത്ത് സച്ചിക്ക് ഒരു കോൾ വരികയാണ്, ഒരു ഓട്ടം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ രേവതി ചോദിക്കും, ഇപ്പോൾ നമ്മൾ ഫിനാൻഷ്യറുടെ അടുത്ത് പോകാൻ വേണ്ടി ഇറങ്ങിയതല്ലേ, ഇനി അതെന്താ ചെയ്യുക ചോദിക്കും. അത് നീ എന്നാൽ പോയി അടയ്ക്കുമോ ചോദിക്കുമ്പോൾ രേവതി അതിനെന്താ ഞാൻ പോയി അടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് പൈസയും വാങ്ങിയിട്ട് രേവതി ഫിനാൻഷ്യറുടെ ഓഫീസിൽ കയറുമ്പോൾ തന്നെ വാതിലുമ്പോൾ ഇങ്ങനെ ആരോ കിടന്ന് മുട്ടുന്ന പോലെ തോന്നും. അപ്പോൾ ഫിനാൻഷ്യറുടെ അടുത്തേക്ക് എത്തുമ്പോൾ ഫിനാൻഷ്യർ ചോദിക്കും, നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ കൊച്ചേ ചോദിക്കുമ്പോൾ, ഞാൻ ഡ്രൈവർ സച്ചിയുടെ ഭാര്യയാണ്, അപ്പോൾ എന്തേ ഇത്തവണയും പൈസ കുറവായിരിക്കൂലേ, അതല്ലേ അവൻ നിന്നെ പറഞ്ഞയച്ചത് ചോദിക്കുമ്പോൾ അല്ലല്ല മുഴുവൻ പൈസ ഉണ്ട് ചോദിക്കും. അപ്പോൾ വീണ്ടും ഇങ്ങനെ വാതിലുമ്പോൾ മുട്ടണ പോലെ സൗണ്ട് കേൾക്കും. അപ്പോൾ ഫിനാൻഷ്യർ പറയും, ഞാൻ ഇപ്പോൾ പോവുകയാണ്, നീ ആ പൈസ അവിടെ ഏൽപ്പിച്ചോ പറയും. അതിന് അടുത്തിരിക്കുന്ന പെൺകുട്ടിയുടെ കയ്യിൽ രേവതി പൈസ കൊടുക്കുമ്പോൾ രേവതി ചോദിക്കും, ഇത് ആരെങ്ങനെ മുട്ടുന്നേ ചോദിക്കുമ്പോൾ, അതൊരു സ്ത്രീ പലിശ എടുത്തിട്ട് അത് പലിശ അടയ്ക്കാണ്ടാണ്, വീട്ടുകാരെയൊന്നും അറിയാണ്ടാണ് ഇത്രയും 1,00,000 രൂപ എടുത്തത് എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ ആ പൈസയൊക്കെ അടച്ചതിന് ശേഷം രേവതി അങ്ങനെ ഇറങ്ങി പോവുകയാണ്. അപ്പോൾ വീണ്ടും ഇങ്ങനെ ചന്ദ്ര സൗണ്ട് ഉണ്ടാക്കി ഇങ്ങനെ കരയുന്നുണ്ട്. ഇത് അമ്മയുടെ സൗണ്ടാണല്ലോ എന്ന് ഇങ്ങനെ രേവതിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ്.